ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ കവർ പിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു കവർ പിക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫുള്ളായി വാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക, ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത XML കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ ട്യൂട്ടോറിയലാണ്. സോ അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കവർ പിക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടുത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 9:6 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു യൂട്യൂബിൻ്റെ റേഷ്യോയിലുള്ള ഒരു ഫോട്ടോസാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റിന് ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യണേ. ദെൻ അത് ജസ്റ്റ് ഒന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോവാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോട്ടോ, ഓക്കെ, ഈ ഒരു ഫോട്ടോ ഇതിൻ്റെ മേലേക്കാക്കി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ എഫക്റ്റ് സെക്ഷനിൽ ചെന്നിട്ട് നമുക്ക് ഈ ഒരു വൈപ്പ് എന്നുള്ള ഒരു എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. കുറച്ചുകൂടെ ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക, റൈറ്റിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. ദെൻ ഇതിൽ നമുക്ക് ഈ ഒരു ഫെദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്കിനി ലാസ്റ്റ് ഈ ഒരു ഫോട്ടോ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുപോയി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് നീക്കിയിട്ട് ഈ ഒരു ഫോട്ടോ എല്ലാത്തിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലാക്കി വയ്ക്കാം. പിന്നെ ലാസ്റ്റ് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ എല്ലാത്തിൻ്റെ ബാക്കിലായിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് സ്വൈപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനിയാണ് നമുക്ക് മെയിനായിട്ട് എഫക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത്. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് എഫക്റ്റുകൾ ആഡ് ചെയ്യണം. സോ എഫക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കട്ട്സ് ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് സർക്കുലർ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് 1.2 ആക്കി കൊടുക്കാം. 1.2 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് ഒരു 100 ആക്കി കൊടുക്കാം. 100 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സൂം ചെയ്ത് കൊടുത്തിട്ട് ഇത് ഏറ്റവും അടിക്ക് കൊണ്ടുപോവാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്ത് ആ ഒരു അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ദെൻ അതും നമുക്ക് ഈ ഒരു കട്ട്സിൻ്റെ എല്ലാത്തിൻ്റെ ബാക്കിൽ കൊണ്ടുവയ്ക്കാം. നേരത്തെ ആഡ് ചെയ്ത ഒരു കട്ട്സിൻ്റെ കുറച്ച് മേലെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എഫക്റ്റ് തന്നെ ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുപോയി. ഈ ഒരു എഫക്റ്റിൽ ഈ ഒരു റെഡ്യൂസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് ഫുള്ളാക്കിയിട്ട് ജസ്റ്റ് എല്ലാവരും കോപ്പി ചെയ്യുക. ആ കാര്യം ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഈ ഒരു എഫക്റ്റ് തന്നെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് നമുക്ക് മേലേക്ക് ആ ഒരു പോർഷൻ കാണാത്ത രീതിയിൽ വെക്കാം. ഓക്കെ, ഇനി ഈ ഒരു സെൻറ്ററിലുള്ളതിലും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അടിയിലുള്ളതിലും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏറ്റവും അടിയിലുള്ള ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്യാം. ആ ഒരു മേലത്തെ ആ ഒരു ഫോട്ടോ കാണുന്ന രീതിയിൽ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു എംബോയാൻകോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ലോഗോ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വൈപ്പ് എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആംഗിൾ എന്നുള്ള 19 ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടിയിലേക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു അടിയിലുള്ളതും കൂടെ
അടിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ്ങിൽ സ്ക്രീനിൽ ഇത് കൊടുക്കാം. ലൈറ്റിൽ സ്ക്രീൻ കൊടുക്കാം. ദെൻ ഇത് സൂം ഔട്ട് ചെയ്ത് ഇവിടെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൽക്കൊരു CC ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു CC ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അവിടെ നിന്ന് ഈ ഒരു CC ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു CC ജസ്റ്റ് കോപ്പി ചെയ്ത് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഓരോ CCയും ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. ഇതുപോലെയാണ് ഈ ഒരു കവർ പിക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.